നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാടിൽ അവസാനം പിണറായി വിജയനെ തേടി ഇ.ഡി. എത്തുകയാണ്. ഇ.ഡി. നടത്തിയ അന്വേഷണത്തിൽ പലവിധ ഘട്ടങ്ങളിലായി നടത്തിയ വേരിഫിക്കേഷനിൽ ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുക എന്നുള്ളത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു. പിണറായി വിജയന്റെ പണ്ഡ്യാല മുക്കിലുള്ള വസതിയിൽ ഇന്നലെ ഇ.ഡി. സംഘം എത്തി. തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസറുമായിട്ടാണ് അവിടെ എത്തിയത്. ഈ വീടും പരിസരവും ഒക്കെ പരിശോധിക്കുകയും ഈ വീടിന്റെ അതിരുകൾ നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ വീണ തൈക്കണ്ടി പിണറായി വിജയന്റെ മകൾക്ക് ഉള്ള വസ്തു 80 സെന്റ് വസ്തുവിന്റെ അതിരുകൾ നിർണ്ണയിക്കുകയും ചെയ്തു. ഇ.ഡി. ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം അന്വേഷണം നേരെ പിണറായി വിജയനിലേക്ക് എത്തുകയാണ്. ഈ അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായാൽ ആ സമയം അദ്ദേഹത്തിന്റെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇ.ഡി. സംഘം വില്ലേജ് ഓഫീസർ ഒത്ത് അവിടെ പരിശോധന നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. CMRL എക്സാലോജിക് കമ്പനി ഇടപാട് തുടങ്ങുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശിവശങ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ശിവശങ്കർ ആണ് ഈ ഇടപാടിന്റെ മുഴുവൻ സൂത്രധാരൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇ.ഡിക്ക് ലഭിച്ചിട്ടുള്ളത്. വീണ വിജയൻ ഇതിൽ ഒരു ബലിമൃഗം മാത്രമാണ്. വീണ വിജയന് ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിരിക്കുന്നത്. വീണ വിജയനെ SFIO ആദ്യം ചെന്നൈയിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. അന്ന് നൽകിയ മൊഴിയും പിന്നീട് ഇ.ഡി. ആദ്യമായി വിളിച്ച് എടുത്തപ്പോൾ നൽകിയ മൊഴിയും രണ്ടാണ്. SFIയുടെ കൈവശമുള്ള 134 രേഖകൾ പരിശോധിച്ചതിൽ നിന്നും വീണ വിജയൻ അതിന് പാടെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇ.ഡിയോട് പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ നിശ്ചയിച്ചതിലും 2 ദിവസം മുൻപേ വിളിച്ചു വരുത്തി രണ്ടാമതും ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ശിവശങ്കർ പിണറായി അച്ചുതണ്ടാണ് എന്നുള്ളതാണ് ആ ഞെട്ടിക്കുന്ന വിവരം. പിണറായിയെയും ശിവശങ്കറിനെയും തേടി ഇ.ഡിയും അതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങളും എത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണം കടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പ്രതിക്കൂട്ടിലായിരുന്നു. ഈ കേസിൽ പ്രതികളായിട്ടുള്ള സ്വപ്ന അടക്കമുള്ളവർ പിണറായി വിജയനും ശിവശങ്കറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയുണ്ടായി. തൈക്കണ്ടി വീണയ്ക്കെതിരെ വീണ്ടും അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇ.ഡി. നേരെ തൈക്കണ്ടി വീണയെ തേടിയെത്തിയപ്പോൾ സ്വപ്ന വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നിൽ ശിവശങ്കരനാണെന്നും ശിവശങ്കരനെ കുറിച്ച് അന്വേഷിക്കണമെന്നുമുള്ള കാര്യങ്ങൾ സ്വപ്ന പല മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങളായി നൽകിയിരുന്നു. നമുക്കറിയാം, 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു സ്വർണ്ണക്കടത്ത്. ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ ശിവശങ്കറും ഒക്കെ ജയിൽവാസം അനുഭവിച്ചെങ്കിലും പിണറായി വിജയനിലേക്ക് എത്തുകയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ അന്വേഷണം ചെല്ലുകയോ ചെയ്തില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. പിണറായി വിജയന് സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആ ബന്ധം ഉപയോഗിച്ച് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൽ സ്വാധീനം ചെലുത്തിയാണ് അദ്ദേഹം ഈ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും അന്ന് ആരോപണം ഉയർന്നു. അതുമാത്രമല്ല, ആ സമയത്താണ് കെ സുരേന്ദ്രന്റെ പേരിൽ കൊടകര കുഴൽപ്പണ ആരോപണ കേസ് ഉണ്ടായത്. ഈ 2 കേസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകവീട്ടാൻ ഉപയോഗിച്ചപ്പോൾ ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അന്വേഷണ ഏജൻസികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് വന്നപ്പോൾ അന്ന് ഈ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയി പരസ്പര സഹകരണത്തോടെ ഇത് അവസാനിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു ആരോപണം ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്കും ജനങ്ങൾക്കിടയിലും ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിലില്ല. അദ്ദേഹം മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവി മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് 3ാം തുടർഭരണം ഉണ്ടാകും എന്ന് കരുതിയിരുന്നിടത്ത് വളരെ ദയനീയമായ അവസ്ഥയിൽ വെറും 35 സീറ്റിലേക്ക് LDF ഒതുങ്ങുകയുണ്ടായി. LDF-നെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാമെന്ന് കരുതിയിരുന്ന BJP-ക്കും വലിയ തിരിച്ചടിയുണ്ടായി. ഈ സാഹചര്യത്തിൽ തങ്ങളും ഒരു ഹിന്ദു പാർട്ടിയാണ്, അതുപോലെ തന്നെ CPM-ഉം ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന ഒരു തിരിച്ചറിവ് BJP നേതാക്കൾക്കുണ്ടായി. ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയമായിട്ട് വേരൂന്നണമെങ്കിൽ CPM-നോട് യോജിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നീക്കം നടക്കില്ല എന്ന് BJP നേതാക്കൾക്കും വ്യക്തമായി. ഇതേ തുടർന്നാണ് CPM-നെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഏറെ ഇടവേളകൾക്ക് ശേഷം ഒതുങ്ങിപ്പോയിരുന്ന ഒരു
ഇ ഡി കേസ് വീണ്ടും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത്. അത് കാരണം ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ചർച്ചയാക്കാൻ ആർക്കും കഴിയില്ല. CMRL എക്സാലോജിക് കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ സർവീസിന് പ്രതിഫലമായി വാങ്ങി എന്നുള്ളതായിരുന്നു വീണ പറയുന്നത്. പക്ഷേ ഈ തുക മുഴുവൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് CMRL കമ്പനി നൽകിയ കൈക്കൂലി ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. ഇ ഡി അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴത് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണ ഏജൻസികൾ, കൂടുതൽ അന്വേഷണ സംഘങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് മുന്നോട്ട് വരും എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഇ ഡി എല്ലാ കാര്യത്തിലും വ്യക്തത വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് SFIOയുടെ കയ്യിൽ നിന്നുള്ള 134 പേജ് അടങ്ങുന്ന സുപ്രധാന തെളിവുകൾ അവർ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം വീണ വിജയന്റെ മൊഴി വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഈ അന്വേഷണം പിണറായിയിലേക്ക് എത്തും, ശിവശങ്കറിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന വന്നിരിക്കുന്നത്. ഏതാണ്ട് ഈ സൂചനകളൊക്കെ തന്നെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇ ഡിയുടെ മുന്നോട്ടുള്ള പോക്ക്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പണ്ടിയാലാമുക്കുള്ള പിണറായിയിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് ഇ ഡി സംഘം എത്തുന്നത്. എന്തിനാണ് ഇ ഡി സംഘം വീടിന് പുറത്തെത്തി അന്വേഷണം നടത്തി പോകുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത്. ഇത് ഒരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ എപ്പോഴും ഇ ഡി പാലിക്കുന്നതാണ്. അതായത് ഒരാൾക്കെതിരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ ആ ചോദ്യം ചെയ്യലിന്റെ തുടർ നടപടി എന്നോണം അയാളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഈ വസ്തുവകകളുടെ അതിരുകൾ കണ്ടെത്തി, സർവേ നമ്പറുകൾ കണ്ടെത്തി, തണ്ടപ്പേർ നമ്പറുകൾ കണ്ടെത്തി അത് മുഴുവൻ തങ്ങളുടെ കയ്യിൽ ലഭ്യമാക്കുന്ന ഒരു പ്രൊസീജിയർ, അവരുടെ ഒരു നടപടിക്രമമാണ് അത്. അതിൻ്റെ പേരിലാണ് വീണ വിജയന്റെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെയും വസ്തുവകകളുടെ അതിരുകളൊക്കെ അറിഞ്ഞ് വില്ലേജ് ഓഫീസറെയും കൂട്ടി അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിലൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വന്ന് ഇ ഡിയുടെ അന്വേഷണം പിണറായി വിജയനിലേക്ക് നിൽക്കുമ്പോൾ അണികൾ ആരും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല. തിരുവനന്തപുരത്തെ ഇ ഡി ആക്രമണ കേസിന് പിന്നാലെ ജയിലിൽ പോയത് 25 പേരാണ്. അതിൽ ഒരാൾക്ക് മാത്രമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വഴിവിട്ട സഹായത്തിലൂടെ ജാമ്യം ലഭിച്ചത്. ബാക്കി എല്ലാവരും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അപ്പോൾ അന്ന് പിണറായി വിജയൻ നടത്തിയ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. ഇ ഡി തൻ്റെ മകളുടെ വാടക വീട്ടിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ പിണറായി വിജയൻ നടത്തിയ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു, നമ്മൾ ഒന്നിച്ചിറങ്ങി ഇതെല്ലാം നേരിടും എന്നുള്ളത്. പക്ഷേ ആ ഒരു ആഹ്വാനം അന്ന് ഈ പ്രവർത്തകർ ചെവിക്കൊണ്ടെങ്കിലും പിന്നീട് ഇവർ ഇതിന്റെ അപകടം മനസ്സിലാക്കി. പിന്നീട് ഈ തൈക്കണ്ടി കുടുംബത്തിന് ഈ ഇ ഡി അന്വേഷിക്കുന്ന കേസിലുള്ള ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കി. ഇതോടെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും അടക്കം നിശബ്ദത പാലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനിലേക്ക് ഇ ഡിയുടെ അന്വേഷണം ഓരോ പടിപടിയായി എത്തുമ്പോഴും ഇതിനെ എതിർക്കാനോ ഇതിനെതിരെ സമരം നയിക്കാനോ അക്രമങ്ങൾ നടത്താനോ ഒന്നും തയ്യാറായി ഒരു പ്രവർത്തകരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാര്യം ഓർക്കുക, എന്താണെങ്കിലും വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിലവിലെ രീതി അനുസരിച്ചാണെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ വസ്തുവകൾ അറ്റാച്ച് ചെയ്യുക തന്നെയും. ഈ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണ്. ഈ വസ്തു കെട്ടുകയല്ല, അതുപോലെ തന്നെ ഈ വസ്തുവിൽ ക്രയവിക്രയങ്ങൾ തടയുകയല്ല, ഒന്നുമല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. ഒരു മുൻകരുതൽ എന്ന വണ്ണം ഇത് അറ്റാച്ച് ചെയ്യുക മാത്രമാകും ഉണ്ടാവുക. എങ്കിലും ആ നിലയിലേക്ക് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം ഇത്രയും വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി കേസിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അത് CPM-നും ഗുണകരമാകില്ല, പിണറായി വിജയനും ഗുണകരമാകില്ല. എന്താണെങ്കിലും ഇ ഡിയുടെ തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് നാട്ടിലെ ജനങ്ങളും പൊതുസമൂഹവും.